ഹലോ പ്രിയപ്പെട്ടവരെ, ഞാനൊരു പഴയ ഒരു കറിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആളുകളൊന്നും ഇത് ഇപ്പോഴൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. ഞാനൊരു പഴയ ഒരു ട്രഡീഷണൽ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഉണക്കമീനും ഒരു 3 ഉണക്കമീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പെല്ലാം കളഞ്ഞ് അതിൻ്റെ തലഭാഗം ഇച്ചിരി കൂടെ വൃത്തിയാകാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഇതാണ് ഒരു വാഴയ്ക്കായും ഉണക്കമീനും കൂടെ ഇട്ട ഉള്ള ഒരു മീൻകറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അത് തേങ്ങ അരച്ചുള്ള മീൻകറിയാണ്. ഇത് പച്ചമുളകും ഉള്ളിയും അതുപോലെ കുടംപുളിയും വേണം. അത് ഞാൻ ഇച്ചിരി വെള്ളത്തിയിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഇത് നല്ല പോലെ കഴുകിയിട്ടുണ്ട്. കഴുകി ഇനി നമുക്കത് നല്ല പീസാക്കി എടുക്കണം. അരിയാൻ പോവാണ്. പണ്ട് അമ്മച്ചിമാരൊക്കെ ഇങ്ങനെയായിരുന്നു അരിയുന്നത്. ഇതിങ്ങനെ കീറി ഇങ്ങനെ ആദ്യം നമ്മൾ വാഴയ്ക്കായ ഞാൻ ഒരെണ്ണവേ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് കഴുകി അതങ്ങോട്ട് ഇടുകയാണ്. ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടണം. ഒരു സ്വല്പം ഉപ്പിടണം. നമുക്കിച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപ്പും കൂടാണിത്. ഒരു സ്വല്പം ഉപ്പേ ചേർത്തിട്ടുള്ളൂ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉണക്കമീനാണ് കറി വെക്കുന്നത്. ഉണക്കമീൻ ഭയങ്കര ഉപ്പാണ്. എന്നാലും ഞാൻ 1 മണിക്കൂർ അത് വെള്ളത്തിലിട്ടതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ചട്ടിക്കകത്തോട്ട് മീനെല്ലാം പറക്കിയിടുന്നു. ഒരു 4 പച്ചമുളക്, ഒരു 2 ചെറിയ ഉള്ളി, കുടംപുളി ഞാൻ കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും ഉള്ളി വേണമെന്നറിയുള്ളൂ. അല്ല, പുളി പുളിച്ചു. സ്വല്പം മഞ്ഞൾപ്പൊടി ഇതിനും വേണം. ഇച്ചിരി വെള്ളത്തിൽ ഈ മീൻ വേറെ നമുക്ക് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ, സ്വല്പം വെള്ളം കൂടെ ഒഴിക്കുക. ഇതിനകത്തൊന്നും ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഉപ്പുള്ള മീനായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വാഴയ്ക്കായും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് തേങ്ങ ഒന്ന് ചേർക്കാം. തേങ്ങ അരച്ച് ചേർക്കാൻ പോവുകയാണ്. ഇത്രയും തേങ്ങ മതി. 2 ഉള്ളി, അതുപോലെ ഒരു 3 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടി ഇടേണ്ടതാണ്. മിക്സിക്കകത്ത് അരച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് കരുതി. കണ്ടോ, നല്ല ഭംഗിയായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചേർക്കാം. അപ്പം നമ്മുടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അത് ഞാൻ ഓഫാക്കി. അതുപോലെ ഇനി അടുത്തത് ഉണക്കമീൻ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കിടന്ന് വേകണം. കറി നല്ലപോലെ എല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ആ തേങ്ങാരപ്പ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അയിലയുടെ മണം വരുന്നുണ്ട്. നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. കടുക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഈ മുളക് കരിയാതെ നമുക്ക് താളിച്ചതിനകത്ത് ഇത് കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കാം. വാഴയ്ക്കായും ഉണക്കമീനും കൂടെ ഉള്ള ആ ട്രഡീഷണൽ കറി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു മീൻ കഷ്ണം എടുത്തു. വാഴയ്ക്കായും എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്. നല്ല ഉണക്കമീൻ്റെ മണം വരുന്നുണ്ട്. ഒരു പ്രത്യേക രുചി തന്നെയായത് കേട്ടോ. ഈ അമ്മച്ചിമാരുടെയൊക്കെ കണ്ടുപിടുത്തം കൊള്ളാം. മീനും കൂടെ ഇച്ചിരി ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുപോലെ നിങ്ങളൊരു കറി ഉണ്ടാക്കി നോക്കിക്കേ. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബായ് ബായ്.